ഗുരുഭവനേശ പ്രസാദിക്കണേ. ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുർ സഹോദരരെ എന്നും. അങ്ങനെ മഹാക്ഷേത്രമായിട്ടുള്ള ഗുരുവായൂരിൽ ദിവസേന ശിവേലി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അതായത് ഭഗവാൻ നിവേദ്യം കഴിച്ചാൽ ഭഗവാന്റെ പരിവാരങ്ങൾക്ക് ഉടൻ തന്നെ അത് കഴിഞ്ഞ് താമസമില്ലാതെ ഭഗവാൻ തന്നെ നേരിട്ട് അവർക്ക് വന്ന് വിളമ്പിക്കൊടുക്കണമെന്നാണ്. അതിനുവേണ്ടി ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള മേൽശാന്തി പ്രധാനപ്പെട്ട ദേവന്മാർക്ക് നിവേദ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്നതിന് മുമ്പേ ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണു. അല്ലയോ ഭഗവാനെ, ഞാനിതാ അങ്ങയുടെ പരിവാരങ്ങൾക്ക് നിവേദ്യം കൊടുക്കാൻ പോവുകയാണ്, അതായത് ബലി തൂവാൻ അനുമതി തന്നാലും. അങ്ങനെ അകത്തും പുറത്തുള്ള കാവൽക്കാർക്ക് അനന്തൻ, വാഹനം, ഗണപതി ദക്ഷിണാമൂർത്തി, അഷ്ടദിക്പാലര്, സപ്തമാതൃക്കള്, ശാസ്താവ്, ദുർഗ, സുബ്രഹ്മണ്യൻ, വൈശ്രവണൻ, ബ്രഹ്മാവ്, അനന്തൻ, അങ്ങനെ അകത്ത് എല്ലാവർക്കും ഒരു പ്രദക്ഷിണായിട്ട് ഒരു തവണ പൂജിച്ച് തൂവി. അതാണല്ലോ ശിവേലി എന്ന് പറഞ്ഞത്. അങ്ങനെ അകത്ത് ഒരു പ്രദക്ഷിണമായിട്ട് തൂവിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സഭാദ്വാസ്തന്മാർക്കും തൂവി, പുറത്തുള്ള പ്രധാനപ്പെട്ട സുരക്ഷാ സൈനികർക്കൊക്കെ ഒരു പ്രദക്ഷിണം കൊണ്ട് തൂവിയിട്ട് ക്ഷേത്രപാലനും തൂവി, സർവ സൈന്യാധിപനായിട്ടുള്ള വലിയ ബലിക്കലിനും തൂവിയിട്ട് മേൽശാന്തികത്തേക്ക് വരണു. അപ്പൊ കൂടെ ഭഗവാനും ഉണ്ടാവും. അതാണ് ശിവേലി. ഇത് ദിവസേന അവിടെ നടക്കണു, കാണാറുണ്ടല്ലോ. അത് കുറച്ച് വിപുലമായിട്ട്, ഒന്നും കൂടി വിപുലമായിട്ട് ചെയ്യുമ്പോഴാണ് ശ്രീഭൂതബലി. അതായത് ഉദയാസ്തമന പൂജ സമയത്ത് അതിൻ്റെ പിറ്റേ ദിവസം ഉദയാസ്തമന പൂജ മുഴുമിക്കണമെങ്കിൽ ഈ ശ്രീഭൂതബലിയും കൂടി വേണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അകത്ത് തൂവണത് എല്ലാ സ്ഥാനങ്ങളൊക്കെ ഒരേപോലെ തന്നെ, പക്ഷേ പരിവാരങ്ങൾക്ക് മാത്രമല്ല, പരിവാരങ്ങളായ ദേവന്മാരുടെ കൂടെയുള്ള പാർഷദന്മാരെയും പ്രത്യേകം പൂജിച്ച് നിവേദ്യം കൊടുക്കണം. അതാണ് ശ്രീഭൂതബലിയുടെ പ്രത്യേകത. ശിവേലിക്ക് ഒരു തവണ തൂവുമ്പോൾ ശ്രീഭൂതബലിക്ക് 3 തവണ തൂവും. അകത്ത് ഇതേ ക്രമത്തിലെല്ലാം തൂവിയിട്ട് സപ്തമാതൃക്കൾ തൂവണ സമയത്ത് ഭഗവാൻ അവിടെ എത്തിയിട്ടുണ്ടാവും. അതായത് ശാന്തിയേറ്റ നമ്പൂതിരി തിടമ്പും ഭഗവാന്റെ സാന്നിധ്യം ആയിട്ട് അവിടെ നിൽക്കും. പിന്നെ പ്രദക്ഷിണമായിട്ട് പുറത്തേക്ക് ഇറങ്ങണോ. പുറത്തേക്ക് ഇറങ്ങിയാൽ ആദ്യത്തെ പ്രദക്ഷിണം മെയിനായിട്ടുള്ള ആൾക്കാർക്ക്, കുമുദൻ, കുമുദാക്ഷൻ തുടങ്ങിയ അവർക്ക് തൂവണം. പിന്നെ കൂടെ ഉള്ള പരിവാരങ്ങൾക്ക് ഒരു പ്രദക്ഷിണമായിട്ട് ഒന്നുകൂടി തൂവുകയാണ് ചെയ്യണത്. അതിനുശേഷം വലിയ ബലിക്കലിൻ്റെ അവിടെ വന്ന് വലിയ ബലിക്കലിനും അതിന് തൊട്ടു താഴെ ഉള്ള റാങ്കിലുള്ള
സൈനികർക്ക് തന്നെ പറയട്ടെ, അവർക്കും തൂവി തൃപ്തിപ്പെടുത്തി. പിന്നെ വിട്ടുപോയ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും തൂവാൻ വേണ്ടിയിട്ട് ഒരു പ്രദക്ഷിണം കൂടി. അതിൻ്റെ മുമ്പേ ആയിട്ട് ബലിക്കലിൻ്റെ മുമ്പില് കൊടിമരത്തിന്റെ സ്ഥാനത്ത് ഒന്ന് തൂവും. എന്നിട്ട് പിന്നെ അടുത്ത പ്രദക്ഷിണത്തില് ദേവൻ, അസുരൻ, ഗന്ധർവൻ, യക്ഷൻ, നാഗൻ, പിതൃക്കള്, രാക്ഷസന്മാര്, പിശാചുക്കള്, അങ്ങനെയുള്ള ക്രമത്തില് ഭൂതഗണങ്ങൾക്ക് തൂവും. പിന്നെ ആരെങ്കിലും കിട്ടാത്ത ഒരു ബാക്കിയുണ്ടെങ്കിൽ എല്ലാവർക്കും ചേർത്തിയിട്ട് ഒരൊറ്റ ഓട്ടത്തില് ഓട്ടപ്രദക്ഷിണമായിട്ട് തൂവണം. ആ തൂവിയിട്ട് അതിൻ്റെ അവസാനം ക്ഷേത്രത്തിൻ്റെ പ്രധാന ആളായിട്ടുള്ള ക്ഷേത്രപാലകൻ അവിടെ പാത്രത്തോടു കൂടി, ബാക്കി ഒന്നുമില്ല, എല്ലാം ക്ഷേത്രപാലകന് പാത്രത്തോടെ എന്നാ പറയുക, അവിടെയും തൂണു. അങ്ങനെ വിപുലമായിട്ട് തൂണുന്ന രീതിയാണ് ശ്രീഭൂതബലി. അത് മഹാക്ഷേത്രങ്ങളിൽ ഇതേപോലെ ഉത്സവ സമയത്ത് അല്ലെങ്കിൽ വിശേഷ പൂജകളുടെ സമയത്താണ് ചെയ്യാറ്. ഗുരുവായൂർ ഉദയാസ്തമന പൂജ അതിൻ്റെ പിറ്റേ ദിവസം ചെയ്യും. അങ്ങനെയുള്ള ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.